ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒറ്റ ചേരുവ കൊണ്ട് തന്നെ കരമുറി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ പക്കാവടയായിട്ടോ അല്ലെങ്കിൽ മിക്സറായിട്ടോ ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. ഇത് നല്ലൊരു ക്രിസ്പി ആൻഡ് ക്രഞ്ചി അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 1 കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന റവ വറുത്ത റവയാണ് കേട്ടോ. നമ്മുടെ പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന വറുത്ത റവയാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് കുഴക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ ഒരു രൂപത്തിലാക്കി എടുക്കണം. പൊടികളെല്ലാം നല്ലതുപോലെ നനഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു ചപ്പാത്തി പലക എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മൈദ തൂകി കൊടുക്കാം. എന്നിട്ട് കുറച്ച് 2 ബോളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. 2 3 ബോളായിട്ട് എടുക്കാം. ഇതുപോലെ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ നമുക്ക് എടുത്തതിന് ശേഷം നല്ലതുപോലെ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നല്ലതായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്നുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്തത് നമുക്ക് കളയണ്ട കേട്ടോ. മറ്റേ മാവിൻ്റെ കൂടെ കൂട്ടി ഒന്നും കൂടെ കുഴച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ മാവ് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം നമ്മുടെ കയ്യിൽ പുരട്ടിയതിന് ശേഷം ഒന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഇരിക്കുന്നത് നല്ലതുപോലെ ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കത്തി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ചെറിയതായിട്ട് ഇങ്ങോട്ട് വരഞ്ഞു കൊടുക്കാം. അതുപോലെ ക്രോസ് ആയിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ക്രോസ് ആയിട്ടും ഇങ്ങനെ നുറുക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് പാത്രത്തിലൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് എല്ലാം എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് കിട്ടും. 1 കപ്പ് മാവും കൊണ്ട് നമുക്ക് ഒരുപാട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പീസസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറച്ച് പീസസ് എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തെറിക്കും. അപ്പോൾ ഇതിൻ്റെ പതയൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ പതഞ്ഞു വരുന്നതെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കില്ല. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.